ശ്രീ സി പി ജോൺ, ഒരു വശത്ത് ഭദ്രമായ സാമ്പത്തിക സംവിധാനത്തിൻ്റെ പിന്തുണ, അതിലൂടെ ഉണ്ടാകുന്ന വികസനം, അതുണ്ടെങ്കിൽ മറുവശത്ത് രാഷ്ട്രീയം പറഞ്ഞാൽ എന്താണ്? ഞാൻ അതിനെക്കുറിച്ചൊന്നും താത്വികമായൊരു ചർച്ചയിലേക്ക് ഇന്ന് പോകണമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം എൻ്റെ സ്നേഹിതനും പരിണിതപ്രജ്ഞനുമായിട്ടുള്ള ആദി അദ്ദേഹം പറഞ്ഞതിനോടൊന്നും എനിക്ക് വലിയ യോജിപ്പില്ല. കാരണം 7% ഗ്രോത്ത് റേറ്റ് ഉണ്ട്, നല്ലതാണ്. നമ്മുടെ രാജ്യം 7% എന്ന് പറഞ്ഞാൽ നല്ലൊരു മോഡറേറ്റ് റേറ്റാണ്. എനിക്ക് തന്നെ എൻ്റേതായിട്ടുള്ളൊരു സിദ്ധാന്തമുണ്ട്. 7% ഗ്രോത്ത് റേറ്റുള്ളൊരു രാജ്യത്ത് ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ പൊതുവെ കുറവായിരിക്കും എന്നൊക്കെയുള്ള ചില കാഴ്ചപ്പാടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും എനിക്ക് തർക്കമുള്ളതല്ല. 7% ഗ്രോത്ത് ഉണ്ട്, നന്നായി. കാരണം രാജ്യത്തെ ജനസംഖ്യ വർധനമനുസരിച്ച് ഗ്രോത്ത് റേറ്റും കൂടുക എന്നുള്ള ഒരു സാമാന്യ യുക്തിയും അതിൻ്റെ പുറകിലുണ്ടെങ്കിലും അത് ജനസംഖ്യ കൂടിയതുകൊണ്ട് മാത്രം ഗ്രോത്ത് റേറ്റ് കൂടണമെന്നില്ല. പക്ഷേ ഗ്രോത്ത് റേറ്റ് ഇപ്പോൾ ചൈനയിൽ കുറയുകയാണ്. ഗ്രോത്ത് റേറ്റ് ലെസ്സായി, അവിടുത്തെ ജനസംഖ്യ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കൊൺട്രാക്ഷൻ ഓഫ് പോപ്പുലേഷനാണ് ചൈനയിൽ. 3 വർഷമായി തുടർച്ചയായിട്ട് ചൈന അതിൻ്റെ ജനസംഖ്യ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ നമ്മളിപ്പോൾ 1ാം സ്ഥാനത്തായത്. അതൊക്കെ സാങ്കേതികമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ്. എനിക്ക് അദ്ദേഹം പറഞ്ഞതിനോടൊന്നും യാതൊരു വിയോജിപ്പുമില്ല. പക്ഷെ നമ്മൾ ഇന്നിവിടെ കൂടിയിട്ടുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് വന്ന് എന്ത് രാഷ്ട്രീയം പറയും, എന്ത് വികസനം കൊണ്ടുവരും എന്നത് ആലോചിക്കാനാണ്. അതിൽ ഞാൻ കുറച്ച് കടുത്തൊരു വാക്ക് തന്നെയാണ് ഒരു പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തെക്കുറിച്ച് പറഞ്ഞതെന്ന് എനിക്കറിയാം. കാരണം അത്രയും നിരാശയിലാണ് BJP അനുഭാവികളടക്കം എന്നും എനിക്കറിയാം. അതുകൊണ്ട് അവരെ കാസർഗോഡ് നിന്നുള്ള ആൾക്കാരെ ഇവിടെ വിളിച്ചുകൊണ്ട് വന്നിട്ട് 22 കിലോമീറ്റർ ദൂരമുള്ള ഒരു പാസഞ്ചർ ട്രെയിൻ ഉദ്ഘാടനം ചെയ്തു, അതടക്കം ഉദ്ഘാടനം ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ അവിടുത്തെ ലോക്കൽ MLA MP തന്നെ അധികമാണ് ഒരു ട്രെയിനും കൂടെ ഉദ്ഘാടനം ചെയ്യാൻ. ഒരു വലിയ പ്രതീക്ഷ മോദിജി ഇവിടെ പ്രധാനമന്ത്രി ആയപ്പോൾ വന്നത്, ഇപ്പോൾ ഉദാഹരണത്തിന് തുരങ്കങ്ങളടക്കം ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ മേൽപ്പാലങ്ങൾ പോലുള്ള ആധുനിക സജ്ജീകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ പെരിയാറിന് കുറുകെ ഇപ്പോഴൊരു പാലം PC തോമസ് മന്ത്രി MP ആയിരുന്ന കാലത്തെ പണിതിട്ടിരിക്കുകയാണ്, അങ്കമാലി ശബരി. ഇപ്പോൾ ഈയിടെ NSSൻ്റെ ജനറൽ സെക്രട്ടറി പറഞ്ഞു, BJP 10 വർഷം ഭരിച്ചില്ലേ, എന്തുകൊണ്ടാണ് റെയിൽപാത വന്നില്ല? ആ റെയിൽപാത ഉദ്ഘാടനം ചെയ്യേണ്ടത് പ്രധാനമന്ത്രിയാണ്. അത് വന്നിരുന്നെങ്കിൽ അത് ഭൂഗർഭത്തിൽ കൂടെ പോവാം, മുകളിൽ കൂടെ പോവാം. അപ്പോൾ അതൊരു കമ്മിറ്റ്മെൻറ്റാണ്. അത് ചെങ്ങന്നൂരിൽ നിന്നായാലും അങ്കമാലി നിന്നായാലും എവിടെ നിന്നായാലും. പക്ഷെ അത് നടന്നില്ല. 10 വർഷം 12 വർഷമായി, അല്ലെങ്കിൽ 11 വർഷത്തിലധികമായി. അത് നീണ്ടൊരു കാലാവധിയാണ്. ആ നീണ്ട കാലാവധിയിൽ ഗൗരവമായ ഒരു കാര്യവും കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് വന്നില്ല. ഇനിയിപ്പോൾ വിഴിഞ്ഞത്തിൻ്റെ എല്ലാ ബ്ലൂ പ്രിൻറ്റുകളും, ഇപ്പോൾ എല്ലാവരും ബ്ലൂ പ്രിൻറ്റ് എന്നൊരു വാക്ക്, അതിൻ്റെ മുഴുവൻ ബ്ലൂ പ്രിൻറ്റും ഇതിൻ്റെ അപ്പുറത്തുള്ള ഗ്രീൻ പ്രിൻറ്റും ഒക്കെ ചെയ്തത് എൻ്റെ പാർട്ടിയുടെ സ്ഥാപകനായിട്ടുള്ള MVR ആണ്. MVR അത് എൻവിസാജ് ചെയ്തു, ഉമ്മൻചാണ്ടി അത് നടപ്പിലാക്കി. ഇടയിലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു, അതിലേക്ക് ഞാൻ പോകുന്നില്ല. എന്താണ് ആ വിഴിഞ്ഞത്തു നിന്നുള്ള ഭൂഗർഭ റെയിൽവേ, നമ്മുടെ മെയിൻ ലൈനുമായിട്ട് പിടിക്കാനുള്ള റെയിൽവേ, അത് കേരള ഗവൺമെൻറ്റിൻ്റെയും പരാജയമാണ്, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും പരാജയമാണ്. നമ്മുടെ രാജ്യത്ത് ഇത്രയും വലിയൊരു പോർട്ട്, ഒരു മൈനർ മീൻപിടുത്ത തുറമുഖമായിരുന്ന ആ പോർട്ടിനെ വലുതാക്കി കൊണ്ടുവന്നു. ഇപ്പോൾ ഈ ഗവൺമെൻറ് അത് പൂർത്തീകരിച്ചു. ഗവൺമെൻറ്റൊന്നുമല്ല, അദാനിയുടെ കമ്പനി പൂർത്തീകരിച്ചു, ഗവൺമെൻറ്റിൻ്റെ കാലത്ത് പൂർത്തീകരിച്ചു. അതിനുള്ള ക്രെഡിറ്റ് അവർക്ക് കൊടുക്കാനും എനിക്ക് മടിയൊന്നുമില്ല. പ്രത്യേകിച്ച് നമ്മുടെ INLൻ്റെ നേതാവായിരുന്നല്ലോ നമ്മുടെ ഈ തുറമുഖ മന്ത്രി നമ്മുടെ ദേവർകോവിൽ. അപ്പോൾ അവരൊക്കെ ചെയ്ത കാര്യത്തിനൊന്നും എനിക്ക് വിരോധമില്ല. പക്ഷേ ഈ അന്താരാഷ്ട്ര തുറമുഖം, ആ തുറമുഖത്തിൽ ഇപ്പോൾ എന്താ നടക്കുന്നത്? 100 കണക്കിന് കപ്പലുകൾ വന്നു. ആ കപ്പൽ വന്നിട്ട് കണ്ടെയ്നർ അവിടെ ഇറക്കി വെച്ച് വേറെ കപ്പലെടുത്തുകൊണ്ട് പോവുകയാണ്. ചെറിയ കപ്പൽ വന്ന് എടുത്തുകൊണ്ട് പോവുകയാണ് തുറമുഖത്തുനിന്ന്. അല്ലാതെ ഒരു കണ്ടെയ്നറും നമ്മുടെ ഹൈവേയിലേക്കോ നമ്മുടെ റെയിൽവേയിലേക്കോ കണക്റ്റഡ് അല്ല. വർഷങ്ങൾ കഴിഞ്ഞു. ഇതിനു വേണ്ടി എന്ത് നടന്നു? അപ്പോൾ ഇത്തരത്തിൽ ഞാൻ പ്ലാനിങ്ങിലെല്ലാം പ്രവർത്തിച്ച ഒരു പരിചയം വെച്ച് പറയുകയാണെങ്കിൽ, ഒരു മെഗാ പ്രോജക്റ്റ്, അതുപോലെ തന്നെ ഇവിടെ ഉഡാൻ പ്രോജക്റ്റ് ഉണ്ടായിരുന്നു, ഉഡാൻ പദ്ധതി. ഇവിടുന്ന് കുറച്ച് വിമാനത്താവളം, അതിലിപ്പോൾ കണ്ണൂർ വിമാനത്താവളം പുതിയ കേരള ഗവൺമെൻറ്റിൻ്റെയാണ്, കോഴിക്കോട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയാണ്, പലപ്പോഴും അടച്ചിട്ടിരിക്കുകയാണ്. ആ വിമാനത്താവളത്തിൻ്റെ ഒരു യുക്തിസഹമായ വികസനം, ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര യാത്രക്കാരുള്ള ഒരു വിമാനത്താവളമാണ് കോഴിക്കോട് വിമാനത്താവളം. കൊച്ചി ഒരു കമ്പനിയും ഗവൺമെൻറ്റും കൂടെ ചേർന്നാണ്
ഇവിടെ തിരുവനന്തപുരം ആണെങ്കിൽ ഇപ്പോൾ അദാനി അത് ഏറ്റെടുത്തു. കൃത്യമായി കോഴിക്കോട് വിമാനത്താവളമാണ് ഇന്ന് പൂർണ്ണമായും കേന്ദ്രത്തിൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ അവിടേക്ക് എന്താണ് ചെയ്യുന്നത്? 10 വർഷം കഴിഞ്ഞിട്ട് ആണ് നമ്മൾ സംസാരിക്കുന്നത്. 10 വർഷം മുമ്പേ ചെയ്തിരുന്നെങ്കിൽ മലബാറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കവാടമായിട്ടുള്ള കരിപ്പൂർ വിമാനത്താവളം വമ്പിച്ച ഒരു മാറ്റത്തിന് വിധേയമാകുമായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഞാൻ സ്പെസിഫിക്കായിട്ടാണ് പറയുന്നത്, അല്ലാതെ ഞാൻ വെറുതെ എന്തെങ്കിലും ഒരു പ്രസംഗം ചെയ്യുകയല്ല. അപ്പോൾ ഇതൊക്കെയാണ് പ്രതീക്ഷിച്ചത്. വലിയ വലിയ സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഇനി ചില ഭാഷാ പഠന കേന്ദ്രങ്ങൾ, ബഹുഭാഷാ പഠന കേന്ദ്രങ്ങൾ ഒന്നും വലിയ ചിലവുള്ളതൊന്നുമല്ല. അപ്പോൾ അത്തരത്തിൽ കേന്ദ്രത്തിൻ്റെ മടിശീല അഴിച്ചില്ല. കാസർഗോഡ് AK ആൻ്റണി മന്ത്രിയായിരുന്നപ്പോഴാണ് നമ്മുടെ കേന്ദ്ര സർവകലാശാല വന്നത്. അതിൻ്റെ ഒരു വികസനം അത് കാസർഗോഡിന് മാത്രമല്ല കർണാടകത്തിനും, വാസ്തവത്തിൽ BJPയുടെ ശക്തി കേന്ദ്രങ്ങളാണ് മഞ്ചേശ്വരവും കാസർഗോഡും ഒക്കെ. അവന് താഴെയാണ് നമ്മുടെ കാസർഗോഡിനടുത്താണ് നമ്മുടെ ദേശീയ സർവകലാശാല. എന്ത് കിട്ടി സർവകലാശാലയ്ക്ക്? എന്ത് വികസനമുണ്ടായി? അവിടുത്തെ ഗവേഷണ പ്രവർത്തനങ്ങളിൽ കേന്ദ്രമല്ലേ ചെയ്യേണ്ടത്? നമ്മുടെ ശ്രീചിത്ര കേന്ദ്രമാണ്. അതുപോലെ തന്നെ RCC അവർക്കും പലതും ചെയ്തു കൊടുക്കാം. ശ്രീചിത്രയുടെ പോലെ ഒരു ശ്രീചിത്ര കൂടി, അല്ലെങ്കിൽ ശ്രീചിത്ര നെക്സ് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു ഒരു ആശുപത്രി, ഇതൊക്കെയാണ് കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ടത്. അപ്പോൾ അതൊന്നും കിട്ടിയില്ല എന്നുള്ളത് ദുഃഖകരമായ കാര്യമാണ്, ഖേദകരമായ കാര്യമാണ്. ഇനിയും കിട്ടണമെങ്കിൽ കിട്ടട്ടെ. കിട്ടിയാൽ നല്ലതാണെന്ന് പറയാൻ എനിക്ക് ഒരാളുടെയും അനുവാദം ആവശ്യമില്ല. പക്ഷേ ഇവിടെ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ സംഭവം, അങ്ങയുടെ നിലപാട് വ്യക്തമാണ്. ശ്രീ ജയചന്ദ്രൻ മാസ്റ്റർ, അങ്ങയ്ക്ക് ഇതിന് മറുപടി നൽകാം. കാരണം ശ്രീ CP ജോൺ പറഞ്ഞത് കേട്ട് കാണുമല്ലോ. ഇത് നിരാശാജനകമായൊരു പ്രസംഗം, നനഞ്ഞ പടക്കം എന്നൊക്കെയുള്ള വിശേഷണങ്ങൾ അദ്ദേഹം നടത്തുന്നുണ്ട്. കേരള രാഷ്ട്രീയത്തിന്റെ ഇപ്പോഴത്തെ സാഹചര്യം മനസ്സിലാക്കാതെ പ്രധാനമന്ത്രി വന്നുപോയി എന്ന വിമർശനം ഉണ്ടാകുന്നു. അങ്ങയ്ക്ക് മറുപടി നൽകാം. സത്യത്തിൽ ഗൗതം, എന്നെ അത്ഭുതപ്പെടുത്തുകയാണ് CP ജോൺ. നല്ല പ്രതിപക്ഷ ബഹുമാനമുള്ള, താരതമ്യേന കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ ഊന്നി പ്രവർത്തിക്കുമ്പോഴും മറ്റുള്ളവരുടെ വാക്കുകൾക്ക് ശ്രദ്ധ കൊടുക്കുന്ന അദ്ദേഹം എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ സംസാരിച്ചതെന്നും, ഇടയ്ക്ക് എന്നെ ഇടപെട്ട് കഴിഞ്ഞാൽ ഞാൻ മൈക്ക് ഓഫാക്കി കളയും എന്ന് പറയുന്ന ഒരു CP ജോണിനെ ഞാൻ ആദ്യമായി കാണുകയാണ്. കാരണം അദ്ദേഹവുമായി ആദ്യത്തെ ഞാൻ പങ്കെടുത്ത സംവാദ വേദികളിൽ എൻ്റെ വാക്കുകൾക്ക് ക്ഷമയോടെ കേട്ടിരിക്കുക മാത്രമല്ല, അതിനുശേഷം എന്നോട് നേരിട്ട് വന്ന ഒരു അനിയനെ പോലെ അല്ലെങ്കിൽ ഒരു സഹോദരനെ പോലെ വിശദമായി കാര്യങ്ങൾ ചോദിച്ചറിയുകയും ചെയ്ത അദ്ദേഹം ഇന്ന് വേണ്ടത്ര കാര്യങ്ങൾ ഗ്രഹിച്ചാണോ ഈ ചർച്ചയിൽ ഇരിക്കുന്നത് എന്ന് ഞാൻ സംശയിച്ചു പോകുന്നത്. സർ, ഇത് എന്തുകൊണ്ടാണ് നനഞ്ഞ പടക്കമാണെന്ന് താങ്കൾക്ക് തോന്നിയത്? ഇന്ത്യൻ പ്രധാനമന്ത്രി CP ജോൺ 2 പരിപാടികളിൽ പങ്കെടുത്തു. ഒന്ന്, അദ്ദേഹം ഒരു ഔദ്യോഗിക പരിപാടിയിൽ, മറ്റൊന്ന് രാഷ്ട്രീയ പരിപാടിയിൽ. താങ്കൾ നനഞ്ഞ പടക്കമാണെന്ന് പറയുമ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയത് തിരുവനന്തപുരത്ത് IIT താങ്കൾ പ്രതീക്ഷിച്ചു എന്ന് പറഞ്ഞപ്പോഴാണ്. സർ, കേരളത്തിൽ 8 മന്ത്രിമാരുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ എൻ്റെ ഓർമ്മയിൽ താങ്കൾ കേരളത്തിലെ പ്ലാനിംഗ് ബോർഡ് അംഗമാണ്, അല്ലെങ്കിൽ സമാന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അന്ന് ആ മന്ത്രിമാർ കേരളത്തിൽ IIT ചോദിച്ചപ്പോൾ CP ജോണിന്റെ ഓർമ്മയിൽ പെശകൊന്നുമില്ലെങ്കിൽ പറഞ്ഞത് എന്താണ്? തിരുവനന്തപുരത്ത് നമുക്കൊരു IISR ഉണ്ട്. ഇന്ത്യ രാജ്യത്ത് എവിടെയെങ്കിലും ISSR ഉള്ളിടത്ത്, സയൻസ് റിസർച്ച് സെന്റർ ഉള്ളിടത്ത് ഒരു IIT ഉണ്ടോ? കൊടുക്കാൻ പറ്റുമോ? ഇനി ഞാൻ CP യോട് ചോദിക്കുന്നു, അല്ല സർ, ഇന്ത്യ രാജ്യത്ത് ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് 2 IIT-കൾ ഉണ്ടോ? കേരളത്തിൽ പാലക്കാട് നമുക്കൊരു IIT കിട്ടിയിട്ടുണ്ടോ? അഹല്യ കോംപ്ലക്സ് സെന്ററിനകത്ത് അതിന്റെ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ പോവുകയും 4-5 ബാച്ച് കുട്ടികൾ പുറത്തിറങ്ങുകയും ചെയ്തിട്ടുണ്ടോ? 8 മന്ത്രിമാർ കേരളത്തിൽ ഉണ്ടായിരുന്നപ്പോൾ നമുക്ക് കിട്ടിയിരുന്നോ? ഇനി താങ്കൾ ഇന്ന് ശ്രീജിത്തിനെ കുറിച്ച് പറഞ്ഞു. താങ്കൾ ശ്രദ്ധക്കുറവ് കൊണ്ടാണോ ഇനി ബോധപൂർവമാണോ എന്ന് എനിക്കറിയില്ല സർ. അതിനൂതനമായ ശസ്ത്രക്രിയ, പ്രത്യേകിച്ച് തലച്ചോറിനകത്തുള്ള ശസ്ത്രക്രിയയിൽ ലോകോത്തര നിലവാരമുള്ള ഒരു ശസ്ത്രക്രിയാ സംവിധാനമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടെ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. താങ്കളോട് ഞാൻ വീണ്ടും ചോദിക്കുന്നത്, തോന്നയ്ക്കൽ ലൈഫ് സയൻസ് പാർക്കിൽ മോഡേൺ ഇന്നോവേഷൻ ടെക്നോളജി ആൻഡ് എന്റർപ്രണർഷിപ്പ് ഹബ്ബാക്കി മാറ്റുമ്പോൾ രാജ്യത്തെ സ്റ്റാർട്ടപ്പുകളിലേക്ക് സാങ്കേതിക കൈമാറ്റവും ആഗോള സഹകരണവും ഗവേഷണം വിപണിയിലെത്തിക്കാനുള്ള, ഒരുപക്ഷെ കേരളത്തിലെ വിപണിയിൽ നിന്ന് ആയിരക്കണക്കിന് കുട്ടികൾ അവരുടെ മസ്തിഷ്കം രാജ്യത്തിന് പുറത്തേക്ക് ചോർന്ന് സർവകലാശാലകളിൽ പഠിച്ചിറങ്ങുന്ന കുട്ടികളുടെ അറിവുകൾ കേരളത്തിന് വിനിയോഗിക്കപ്പെടാൻ കഴിയാതെ പോയപ്പോൾ ഒരു പ്രധാനമന്ത്രി വന്ന് അത്തരം അതിനൂതനമായ, ഒരുപക്ഷെ കേരളത്തിന്റെ വരും തലമുറയുടെ തലകുറി മാറ്റിയെടുക്കാവുന്ന ഒരു സംവിധാനത്തെ എങ്ങനെയാണ് സർ താങ്കൾ കുറച്ച് കാണാൻ സാധിക്കുന്നത്? താങ്കൾ ഏതോ ഒരു പാസഞ്ചർ ട്രെയിനെ കുറിച്ച് പറഞ്ഞു.
പിലിഗ്രിം ടൂറിസത്തിന് ഏറ്റവും സാധ്യതയുള്ള സംസ്ഥാനമല്ലേ നമ്മുടേത്. നാഗർകോവിൽ നിന്ന് മംഗലാപുരത്തേക്കുള്ള എക്സ്പ്രസ്, തിരുവനന്തപുരത്ത് നിന്ന് താമ്പരത്തേക്കുള്ള എക്സ്പ്രസ്, തിരുവനന്തപുരത്ത് ചപ്പടിയിലേക്കുള്ള എക്സ്പ്രസ്, കേരളം, തമിഴ്നാട്, ആന്ധ്ര, തെലങ്കാന, കർണാടക, ദക്ഷിണ ഭാരതത്തിന്റെ കണക്ടിവിറ്റി വർദ്ധിക്കുമ്പോൾ കേരളത്തിലെ ടൂറിസമാണോ, വ്യവസായമാണോ, വിദ്യാഭ്യാസ മേഖലയാണോ കുതിക്കുന്നത്? പിന്നെ താങ്കൾ ഇപ്പോൾ ലീഗിനെ വെള്ളപൂശുന്നതിനെ അത്ഭുതപ്പെടുത്തുന്നു. നോക്കൂ, മതേതര മതന്യൂനപക്ഷ പാർട്ടിയായി ലീഗ് വളർന്നു എന്ന് പറയുമ്പോൾ പഴയ ലീഗാണോ CP ജോൺ ഇന്നുള്ളത്? അമ്പലനടയിൽ പച്ചയ്ക്ക് കെട്ടിത്തൂക്കി കത്തിക്കും. RSSകാരെ കത്തിക്കും എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. അമ്പലനടയിൽ പച്ചയ്ക്ക് കെട്ടിത്തൂക്കി കത്തിക്കുമെന്ന് മാത്രമല്ല, നോക്കൂ, മാറാട് കലാപത്തിൽ AK ആന്റണി, കേരളത്തിലെ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ നടന്ന അവിടുത്തെ പ്രവർത്തനങ്ങൾ, സംഘടിതമായിട്ട് മതന്യൂനപക്ഷങ്ങൾക്ക് വർഗീയവൽക്കരിക്കാനും അവരെ വിലപേശാനും അർഹതയില്ലാത്തത് നേടിയെടുക്കാനും കാണിക്കുന്ന വ്യഗ്രത, അത് പറഞ്ഞത് ഇന്നേ നിമിഷം വരെ അദ്ദേഹം തള്ളി പറഞ്ഞിട്ടുണ്ടോ? അദ്ദേഹം UDFന്റെ ഭാഗമായിരിക്കുമ്പോൾ ആ സത്യം അദ്ദേഹം തിരുത്തിയിട്ടില്ലേ? വീണ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ റിയാസ് എന്ന് പറയുന്ന ഒരുവൻ കല്യാണം കഴിച്ചാൽ അത് വിവാഹമല്ല, വ്യഭിചാരമാണ് എന്ന് എന്റെ കോഴിക്കോട് കടപ്പുറത്ത് നിന്ന് നിങ്ങൾ ഈ പറഞ്ഞ ഉന്നത നേതാക്കന്മാരെ സാക്ഷിയാക്കി പറയുന്ന കാലഘട്ടത്തിലൂടെയാണോ നമ്മൾ കടന്നു പോകുന്നത്? നോക്കൂ, താങ്കൾ പറയുന്നു അതൊരു ഫയർഫോഴ്സ് ആണ് മുസ്ലിം ലീഗ്. ഞാൻ താങ്കളോട് ചോദിക്കട്ടെ, ഷാജിയുടെ പ്രസംഗം താങ്കൾ ശ്രദ്ധിച്ചിരിക്കുമല്ലോ. ഒരു ലോക്കൽ തുക്കട നേതാവാണോ? മതമാണ്, മതം തന്നെയാണ് ഞങ്ങൾക്ക് പ്രശ്നം, അതിനുവേണ്ടി മാത്രമാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പുള്ള ലീഗിന്റെ സ്വരമാണോ ഇന്ന് ഷാജിയിലൂടെ പുറത്തു വന്നത്? ഒരു തരത്തിൽ തിരുത്താനോ തിരുത്തിക്കാനോ ലീഗിന്റെ വർത്തമാനകാല നേതൃത്വം തയ്യാറെടുത്തിട്ടുണ്ടോ? 7ാം മന്ത്രിയല്ല, ഞങ്ങൾക്ക് ഉപമുഖ്യമന്ത്രി കൂടി അർഹതപ്പെട്ടതാണെന്ന് പറയുമ്പോ മലപ്പുറം ജില്ലയിലെ 10 സീറ്റിൽ ജയിച്ച UDFന്റെ കോൺഗ്രസിന് അവിടുത്തെ ഒരു ചെയർമാൻ സ്ഥാനം കൊടുക്കാൻ തയ്യാറാകാത്ത പാർട്ടിക്ക് അങ്ങ് എറണാകുളത്ത് എത്തുമ്പോൾ 3-1 കിട്ടുമ്പോൾ അവർ ഈ ആവശ്യം ഉന്നയിക്കുമ്പോൾ 80% വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ ന്യൂനപക്ഷങ്ങൾക്ക് വീതിച്ച് നൽകേണ്ടതല്ല, ഞങ്ങൾക്ക് സ്വന്തമായി നൽകേണ്ടതാണ് എന്ന് വാശി പിടിക്കുന്ന ലീഗ് അത്ര നിഷ്കളങ്കമായ മതേതര ന്യൂനപക്ഷ പ്രോത്സാഹനം കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പാർട്ടിയാണ് എന്ന് താങ്കൾക്ക് പറയാൻ എങ്ങനെ കഴിയുന്നു എന്ന് അത്ഭുതപ്പെടുത്തുകയാണ്. ഞാൻ താങ്കളോട് പറയുന്നു, ജയചന്ദ്രൻ മാസ്റ്റർ, സമയപരിമിതി മൂലം ഈ ചർച്ച ഇവിടെ 3:30 അവസാനിപ്പിക്കേണ്ടതുണ്ട്. ഏതായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്നത്തെ അനന്തപുരി സന്ദർശനവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ 2.5 മണിക്കൂർ സന്ദർശനത്തെ രാഷ്ട്രീയ എതിരാളികൾ ഇത്രമേൽ ഭയപ്പെടുന്നുണ്ടെങ്കിൽ അദ്ദേഹം ഇവിടെ 1-2 ദിവസം തങ്ങിയാലത്തെ അവസ്ഥ എന്താകും എന്ന് കൂടി ആലോചിക്കൂ. ഏതായാലും വികസനമാണ് മുദ്രാവാക്യം എന്ന് ആവർത്തിച്ചു പറയുന്നു, അതിന് ചെവി കൊടുത്തേ മതിയാകൂ. രാഷ്ട്രീയത്തിനപ്പുറം അല്ലെങ്കിൽ രാഷ്ട്രീയത്തിനൊപ്പം വികസനം ഞങ്ങളുടെ ഉന്നമാണ് എന്ന് ആവർത്തിച്ചു പറയുകയാണ് മോദി. അതുകൊണ്ടാണല്ലോ BJP ജയിക്കുന്ന ഇടങ്ങളിൽ തുടർഭരണം ഉണ്ടാകുന്നത്, അതുകൊണ്ടാണല്ലോ BJP പരക്കെ അംഗീകരിക്കപ്പെടുന്നത്, അതുകൊണ്ടാണല്ലോ ഇപ്പോഴും അടിക്കടി മുന്നേറി BJP സജീവമാകുന്നത്.